ഹായ് കൂട്ടുകാരെ, ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇലയട ഉണ്ടാക്കി നോക്കിയാലോ. ഇലയട എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എങ്കിലും ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. ഞാനിന്ന് ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ, രണ്ട് അധികം പഴുക്കാത്ത 2 നേന്ത്രപ്പഴം, ഇത്രയാണ് എടുത്തേക്കുന്നത്. പിന്നെ 100 ഗ്രാം ശർക്കര. ഒരു പാൻ ചൂടാക്കി അതിൽ 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് ശർക്കര ഉരുക്കിയെടുക്കണം. ഇത് പൊടിയൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഉരുക്കിയെടുത്ത് അതിൽ തന്നെ നുറുക്കിയ നേന്ത്രപ്പഴം ഇട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് ഈ നെയ്യിലും ശർക്കരയിലും കിടന്ന് നേന്ത്രപ്പഴം നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ചിരകിയ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. അത് മൂന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും ലേശം ചുക്ക് പൊടി, ലേശം ചെറിയ ജീരകത്തിൻ്റെ പൊടി, 2 ഏലക്ക പൊടിച്ചത്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഏലക്ക മാത്രം ഉപയോഗിച്ചാലും മതി, ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എനിക്കിതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാനിതൊക്കെ യൂസ് ചെയ്തു. എന്നിട്ട് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നട്ട്സുകളൊക്കെ കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ നന്നായിരിക്കും, നട്ട്സൊക്കെ കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ നമുക്ക് ഇല എടുത്ത് ഗോതമ്പ് മാവ് പരത്തി ഒരു 2 സ്പൂൺ വീതം വെച്ച് മടക്കി വെച്ച് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒരു 20 മിനിറ്റ് ആവി കയറ്റി എടുത്താൽ നമ്മളെ സ്വാദിഷ്ടമായ ഇലയുടെ റെഡി. അപ്പോൾ നമ്മൾ എണ്ണ പലഹാരങ്ങൾ കഴിക്കുന്നതിനേക്കാളും നമ്മുടെ ശരീരത്തിനും വയറിനും ഏറ്റവും നല്ലതാണ് ഇങ്ങനത്തെ ആവിയിൽ വേവിച്ച പലഹാരങ്ങൾ. കുട്ടികൾക്കും വളരെ നല്ലതാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ മഴയൊക്കെ ഉള്ളപ്പോഴത്തേക്കും കട്ടൻ ചായയും ഒരു അടയൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല സ്വാദാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.